നിരന്നിരിക്കുന്ന ഉപ്പമാരെ, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മരിക്കാൻ കിടക്ക, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്ക. മക്കളെല്ലാവരെയും വിളിച്ചു, വാ. മക്കളൊക്കെ വിളിച്ചു. എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, അപ്പാനോട് ദേഷ്യമായില്ലേ? അപ്പാനോട് വെറുപ്പാണോ മക്കളെ? പാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല ട്ടാ. വാപ്പ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി 5 നയാ പൈസ ഞാൻ കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്, വാപ്പാനോട് ദേഷ്യം കാണിക്കരുത്. വാപ്പ കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും തീർത്തതല്ല. എന്റെ കയ്യിൽ ഒന്നും ഇരിക്കില്ല. എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾ കൊടുക്കും. എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾ കൊടുക്കും. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്നും മരിച്ച കഫൻ തുണി വാങ്ങാൻ 1 രൂപ ഈ വീടിന്റെ അകത്തില്ല. അതാ വാപ്പ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാ ചിലര് പറയും, എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോ മക്കള് പറയും, എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല. പാവം, അത് മക്കൾക്കറിയാം. അല്ലാതെ എനിക്ക് മൊബൈല് വേണം, എനിക്ക് കമ്പ്യൂട്ടർ വേണം, എനിക്ക് ബൈക്ക് വേണം, എനിക്ക് സൈക്കിൾ വേണം പറയൂല. എന്റെ ഉപ്പാടെ കയ്യിൽ പൈസ ഇല്ല. എന്റെ ഉപ്പ ചുമട്ടു തൊഴിലാളിയാ. എന്റെ ഉപ്പ പാവം തെങ്ങിൽ കയറുന്നവനാ. എന്റെ ഉപ്പ കഷ്ടപ്പെട്ട് കൂലിക്കണിക്ക് പോകുന്നവനാ. 500 1000 കിട്ടി എന്റെ ഉപ്പാടെ കയ്യിലില്ല എന്നുള്ളത് പണ്ടത്തെ മക്കൾക്കറിയാം, ഇന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മക്കളെ, ഉപ്പ മരിച്ച മയ്യത്ത് തുണി വാങ്ങാൻ എന്റെ കയ്യിലില്ലടാ പൈസ. 1 രൂപ ഈ വീടിന്റെ അകത്തില്ല. ഒരു നല്ല തുണി വെച്ച് പൊതിയാൻ നല്ല തുണിയില്ല. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു നല്ല തുണിയും ഈ വീടിന്റെ അകത്തില്ല. പക്ഷേ എന്റെ മക്കള് പേടിക്കരുത്, എന്റെ മക്കള് പേടിക്കരുത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്നറിയോ? വാപ്പാടെ മയ്യത്ത് നല്ലതുപോലെ നിങ്ങൾ കുളിപ്പിക്കണേ. വാപ്പാടെ ജനാസ നിങ്ങൾ നല്ലതുപോലെ കുളിപ്പിക്കണം. വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വഴിയിൽ കൊണ്ടുവെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയുടെ ചാരത്ത് ജനാസ കൊണ്ടുവെക്കണം. അവിടെ കാത്തു നിൽക്കണം. ഉംറ കഴിഞ്ഞാരെങ്കിലും വരും, ഉംറ കഴിഞ്ഞാരെങ്കിലും വരും. ആ വരുന്നവരെ കണ്ടാ പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ. മയ്യത്ത് തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല. ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കാൻ എന്റെ മക്കൾ ഇത് പറഞ്ഞാ മതി. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കൾ മയ്യത്ത് കുളിപ്പിച്ചു. കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ്. റബ്ബേ, ഒരുപാട് സമയം കഴിയുമ്പോ അതാ ഒരു സംഘം വരുന്നു. അല്ലാഹുവിന്റെ കഅബാലയം കണ്ടിട്ട് വരുന്ന, ഉംറയ്ക്ക് പോയിട്ട് വരുന്ന ഒരു സംഘത്തെ കാണുകയാ. സംഘത്തിന്റെ നേതാവ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു നേതാവ് അടുത്തേക്ക് വരുമ്പോ വാപ്പാടെ ജനാസയുടെ ഭാഗത്ത് നിന്നിട്ട് മക്കള് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ വാപ്പയാ. കഫൻ തുണി വാങ്ങാ പൈസയുമില്ല, തുണിയുമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ സമയത്ത് ധരിച്ച വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ? സൽമാന് തങ്ങളെ ചിന്തിച്ചു പോയി. റബ്ബേ, ആരാ അല്ലാഹ്? ഒന്നുമില്ലാത്ത ഈ സഹാബി ആരാ അല്ലാഹ്? മുഖത്തിട്ടിരുന്ന തുണി അങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, സദഖ റസൂലുള്ളാഹ്, എന്റെ മുത്തുനബി പറഞ്ഞത് സത്യമാ. എന്റെ പ്രിയമുള്ളവരേ, അവിടെ നിങ്ങനെ കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള ചരിത്രമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്ന കഥ പറഞ്ഞു കൊടുക്കൂ. തിന്നാ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ചതിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവേ, ആയിഷാ ബീവിയുടെ വീടിന്റെ അകത്ത് 1 മാസം തീ പുകയാത്ത കഥ പറഞ്ഞു കൊടുക്കൂ. അപ്പോഴാ നിന്റെ ജീവിതത്തിന്റെ വില നിന്റെ മക്കൾക്ക് തരയുന്നത്. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി എനിക്ക് റബ്ബ് തന്നില്ലല്ലോ, അങ്ങനെ ഒരവസ്ഥ എനിക്ക് റബ്ബ് തന്നില്ലല്ലോ. അപ്പോഴാണടി നിനക്ക് അത്യാഗ്രഹം മാറുന്നത്. കണ്ടവന്റെ കൊട്ടാരം കാണുമ്പോ നിനക്ക് ആക്രാന്തം വരാതിരിക്കുന്നത്
കിട്ടുന്നതപ്പോഴാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ പെങ്ങളോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ. റബ്ബ് ചെയ്ത നിഅമത്തപ്പോഴാ തിരിയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ പട്ടിണിയായിരുന്ന പെങ്ങളോ. ലൗകാന ഇന്ധനാദുഹിന്, എന്റെ വീടിന്റെ അകത്ത് വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാൻ കുടിക്കുമായിരുന്നു. പറഞ്ഞതാരാ? മുത്തുനബിയുടെ ഭാര്യ മഹദി ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, പണമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാടാ. അതല്ലടാ, അതല്ലടാ. അതുകൊണ്ട് മോനെ, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അത് നിനക്കൊരിക്കലും കിട്ടൂല. അത് ദാരിദ്ര്യം കൊണ്ടുവരുന്ന കാര്യമാണ്. അതുപോലെ അത്യാഗ്രഹം പാടില്ല, അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹമില്ലെങ്കിൽ നീ സമ്പന്നനാകും മോനെ. അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ മകന് കൊടുത്ത ഉപദേശമോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ഒരു നീതിമാനാകൂ, നീ ഒരു നീതിമാനാകൂ. മാതൃകയുള്ള ഒരു വാപ്പയാകൂ. നിന്റെ വീടിന്റെ അകത്ത് മാതൃകയുള്ള ഒരു വാപ്പയാകൂ. അല്ലാഹുവേ, നീതിമാനായ ആൾക്കാരില്ലാതെ വരുമ്പോ, മാതൃകപരമായ ആൾക്കാരില്ലാതെ വരുമ്പോ ഒരു നാട്ടിലെ ദുരന്തമുണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗമാരാ? ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്തു പിരിയാ, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവേ, പഠിക്കാനുള്ള ഈമാൻ നൽകണേ അല്ലാ, പാഠം ഉൾക്കൊള്ളാനുള്ള ഈമാൻ നൽകണേ അല്ലാ. രണ്ടാമത്തെ കാര്യം, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 15 മിനിറ്റും കൂടി ഇരിക്കോ? ഒരു 15 മിനിറ്റും കൂടി ഇരിക്കോ? കേൾക്കാൻ താല്പര്യമുള്ളവർ കൈപൊക്ക്, ഇല്ലെങ്കിൽ നിർത്താം. ആ, നിങ്ങളാ പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കി സഹായിച്ചോണം കേട്ടോ. അത്രേ ഉള്ളൂ. എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട, ലക്ഷങ്ങളും 10,000ങ്ങളും 50,000 25,000 ഒന്നും വേണ്ട. തുച്ഛമായത് മതി. തുച്ഛമായ പൈസയെ ഞാൻ ചോദിക്കൂ. നിങ്ങൾ പാവങ്ങളാ, അതിനേക്കാളും പാവപ്പെട്ടവനെ ഞാനും. അള്ളാഹു നമ്മളെയൊക്കെ സമ്പന്നന്മാരാക്കുമാറാകട്ടെ. പറ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അറിയോ? അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. പറയട്ടെ? പറയട്ടെ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? പഠിച്ചോ. സിറാജുദ്ദീൻ കാസിമി പത്തനാപുരവ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറ. ആരാ? ഞാനാ. നിങ്ങൾ സ്കൂളിലൊക്കെ ചോദിക്കുമ്പോൾ എഴുതി വെക്കണം കേട്ടോ. ഇത് പുസ്തകത്തിലൊന്നും കാണൂല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാന്ന് വെച്ചാൽ ഞാനാ. കാരണം എന്തേ? അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു ആ നിലയിൽ നമ്മളെ സമ്പന്നന്മാരാക്കുമാറാകട്ടെ. എനിക്ക് വല്ലവന്റെ കൊട്ടാരം കാണുമ്പോൾ അതുപോലൊന്നും പണിയണമെന്ന് തോന്നാറില്ല. അവന് കൊടുത്തത് ഇവരെ കണ്ടിട്ട് ആർത്തി ഇത്തിരി കുറവാ. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ തോന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ, ഒരുത്തം ബെൻസുകാരി പോണ കാണുമ്പോ ഞാനിങ്ങനെ ആകിയതുപോലെ കാര്യമുണ്ടോ? ഇല്ല. ഓനുള്ളത് ഓൻ, എനിക്കുള്ളത് എനിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ റോഡിന്റെ കുഴിയെടുക്കാൻ വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഈ പൈപ്പ് ഇടുമല്ലോ. അപ്പൊ എന്താ റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ പണ്ടൊക്കെ നമ്മുടെ ഈ ഫോണിന്റെ ഒക്കെ കുഴിയെടുക്കത്തില്ലേ, കേബിളിന്റെ കുഴിയൊക്കെ എടുക്കാം. തമിഴ്നാട്ടിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ബംഗാളികളാട്ടാ. ഭാര്യയും ഭർത്താവും കൂടെ. ആര്? ഭാര്യയും ഭർത്താവും കൂടെ. നിനക്കാണെങ്കിൽ ചൂലെടുക്കാൻ തന്നെ മടി. അവര് ഭാര്യയും ഭർത്താവും കൂടെ നട്ടുച്ചയ്ക്കൊക്കെ നിന്ന് കുടിയെടുക്കും. ഇങ്ങനെ ഭർത്താവ് ഇങ്ങനെ കളച്ചു കൊടുക്കും. അവസാനം ഭാര്യ എന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവ് മണ്ണ് കോരി കൊടുക്കും. ഇങ്ങനെ ഭാര്യ മുകളിലേക്ക് ഇടും. വൈകുന്നേരമായി 350 രൂപ കിട്ടും ഭാര്യക്കും ഭർത്താവും കൂടെ, രണ്ടുപേരും കൂടെ. ഒരാൾക്ക് 350, ഒരാൾക്ക് 300. അൽഹംദുലില്ലാ, രണ്ടുപേരും കൂടെ അതും വാങ്ങിച്ചിട്ട് ഒന്ന് കുളിച്ചൊരുങ്ങിയിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിരിക്കും. അവര് പിന്നെ മന്തി ഒന്നും തിന്നാൻ പോയില്ല. അവരങ്ങോട്ട് പോയിരുന്നിട്ട് നല്ല ചൂട് ദോശ, നല്ല ഓംപ്ലേറ്റും പുളിസയൊക്കെ ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് വാങ്ങിച്ചിങ്ങോട്ട് കഴിച്ചിട്ടൊരു ചായയും കുടിക്കും. രണ്ടുപേരും കൂടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കടത്തെണ്ണയിൽ കയറും. അൽഹംദുലില്ലാ, കെട്ടി പിടിച്ചിട്ട് ഇങ്ങോട്ട് കടക്കും. ആമിന, കറണ്ട് ബില്ല് അടക്കണ്ട, വാടക കൊടുക്കണ്ട, ടാക്സ് അടക്കണ്ട. എന്നാ സുഖമെന്നറിയോ? അവര് രണ്ടുപേരും കൂടെ കെട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. ലോകത്ത് ആരോടെങ്കിലും അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല.
അതാ ജീവിതം. ആ ജീവിതമാ സന്തോഷം. നീയോ 2 നിലയുള്ള വീട്, ഇന്ന് വരെ കേറിയിട്ടില്ല മുകളിലത്തെ റൂമിന്റെ അകത്ത്. അങ്ങനത്തെ റൂമാ. ഇന്ന് വരെ നീ കിടന്നിട്ടുണ്ടോ? നിന്റെ വീട്ടിലെ എല്ലാ റൂമിന്റെ അകത്ത് നിങ്ങൾ ആരെങ്കിലും കിടന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാ റൂമും ഇട്ടേക്ക. ഓ പടച്ചോനെ, അല്ലാഹു അല, ആരെങ്കിലും മരണം, ആരെങ്കിലും മരിക്കണം, അല്ലെങ്കിൽ കല്യാണം വല്ലോ മരണം, വീട് നിറയണമെങ്കിൽ അത്രയ്ക്കും വലിയ വീട്. ഓ കളർ ലൈറ്റുകൾ, എന്തെല്ലാം മനോഹരം. വല്ലോ ഉണ്ടോ? തിന്നാൻ നിറയുന്നുണ്ടോ വയറ്? കെട്ടിയവൻ കൂടെ കിടക്കുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ടോ? 3-4 എണ്ണത്തിനെ പെറ്റിട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടോ? അവസ്ഥ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്? ആർത്തി ഓടിയതുകൊണ്ടാ, വേറൊന്നുമല്ല. ആർത്തി കൂടിയത് കൊണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് പിരിയാം. 2 വആലിമുൻ അലാ സബീലിൽ ഹുദാ. ലോകത്തെ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള 2ാമത്തെ കാരണം സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 2ാമത്തെ കാര്യം എന്താണ്? സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോൾ അല്ലാഹുവേ, നമ്മളിൽ പലർക്കും ആലിമീങ്ങളുടെ മഹത്വമറിയില്ല, അവരുടെ സ്ഥാനമറിയില്ല. പക്ഷേ പണ്ടുള്ളവർക്കറിയാമായിരുന്നു. പണ്ടുള്ള കാരണവന്മാര് പടച്ചവനെ വാശിയാണ്. ഒരു കുടുംബത്തിൽ ഒരു ഹാഫിദ്, ഒരു കുടുംബത്തിൽ ഒരു ആലിമ്, പഴയ പ്രായമുള്ളവർ അവർക്ക് നിർബന്ധമായിരുന്നു. പക്ഷേ ഇന്ന് ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, MA കാരനാണ്, ടീച്ചറാണ്. അല്ലാഹുവേ, ഇന്നതാണ് ആഗ്രഹം. പക്ഷേ പണ്ടുള്ളവരങ്ങനെയല്ല. ഏത് കുടുംബം എടുത്താലും ഒരു ആലിമുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളാരാ? ആലിമീങ്ങളാരാ? അൽഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, ആലിമിന്റെ മഹത്വം നമുക്കറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്നവർക്കറിയാം. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖബറാളികൾ ആഗ്രഹിക്കുമെന്നാണ് റബ്ബേ, ഒരു ആലിമ് വന്നിരുന്നെങ്കിലോ, ഒരു ആലിമ് കേറിയിരുന്നെങ്കിലോ, ഒരു ആലിമ് പള്ളിപ്പറമ്പിലൂടെ നടക്കാ, ഖബറാളികൾ കുതിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാ. ലോക അവസാനത്തിന്റെ അടയാളമാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കാതിബുൽ വഹി എന്ന് പറയുന്ന സയ്യിദ് തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ലോകത്തിന്റെ അവസാനമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് പറയുമ്പോ എത്ര പേരാ പോയത്? ഒന്നിന് പുറകെ ഒന്നായി റബ്ബേ 10-12 എണ്ണം ഒരുമിച്ചങ്ങ് പോയപ്പോ അല്ലാഹുവേ, നമ്മുടെ നേതൃത്വമായി നിന്ന 10, 12, 13, 12 ആലിമീങ്ങളാണ് 90ാമത് വാർഷികത്തിന് ശേഷം ഇങ്ങനെ ഒന്നായി പോയത്. ഇത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമോ, ലോകം നശിക്കാൻ പോകുന്നതിന്റെ അടയാളമോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആലിമാരാണെന്ന് പഠിക്കണം, അവരുടെ മഹത്വം എന്താണെന്ന് പഠിക്കണം. ഒരൊറ്റ ചരിത്രം പറയാ, ആലിമിന്റെ മഹത്വമല്ല, ആലിമിന്റെ മഹത്വമല്ല, ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്ത പ്രതിഫലം പറയാ. മഹാനായ സൈനീദ് അലാ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ, ഒരു നാട്ടില് മഴയില്ല, ജനങ്ങൾ വെള്ളമില്ലാതെ വല്ലാത്ത പ്രയാസത്തിലാണ്. അങ്ങനെ നാട്ടുകാര് മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി, എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്യുന്നു, റബ്ബേ മഴതാ അല്ലാഹ്, മഴതാ അല്ലാഹ്. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു. മഴ പെയ്യുന്നില്ല. ഒരു നാട് മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ദുആ ചെയ്തിട്ടും മഴ കിട്ടുന്നില്ല. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്, എല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണ്. ആ സമയമുണ്ടല്ലോ, ഒരു പ്രായമുള്ള മനുഷ്യൻ നടന്നു വരികയാ, ഒരു സാധാരണ മനുഷ്യൻ നടന്നു വരികയാണ്. ജനങ്ങളുടെ മുഖത്തെ പ്രയാസം കണ്ടപ്പോ അവിടെന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്തേ പ്രയാസത്തിന്റെ കാരണമെന്തോ? അവിടെന്ന് പറഞ്ഞു, ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് മഴ കിട്ടിയില്ലോ, വല്ലാത്ത പ്രയാസത്തിലാണ്. ആ മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ? ജനങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യാ. അല്ലാഹുവേ,
2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് നമസ്കാരം കഴിഞ്ഞിട്ടു അവിടുന്ന് 2 കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ടു അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ, ഇവർക്ക് നീ മഴ കൊടുക്കണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു കഴിയുമ്പോ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടുന്ന് മഴയങ്ങ് പെയ്യുകയാണ്. ഒറ്റ മനുഷ്യൻ ദുആ ചെയ്തപ്പോ എല്ലാവർക്കും അത്ഭുതമായി. തങ്ങൾ പറയുകയാണ്, അവര് ചോദിച്ചു, എങ്ങനെയാ നിങ്ങളുടെ കണ്ണിന്റെ മഹത്വം എന്താണ്, നിങ്ങളുടെ കണ്ണിന്റെ മഹത്വം എന്താണ്? ആ സമയത്ത് പറയുകയാ, ആ മഹാനിന്റെ കണ്ണിന്റെ ബർക്കത്തെന്നറിയുമോ? അദാനി ഐനാനി റഅതാബു യസീദൽ ബിസ്താമി. ഈ കണ്ണേതെന്നറിയോ, ഈ കണ്ണേതെന്നറിയോ? താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനെ കണ്ട കണ്ണാ. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന ലോകമറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണാണ് ഈ കണ്ണ്. ഈ കണ്ണുകൊണ്ട് റബ്ബേ എനിക്കെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാ എനിക്ക് അല്ലാഹു തരുമെന്ന് പറയുമ്പോ ഒരു ആലിമിനെ കണ്ട കണ്ണിന്റെ മഹത്വം ഇതാണെങ്കിൽ ആലിമിന്റെ സ്ഥാനം പഠിക്കൂ, ആലിമിന്റെ മഹത്വം പഠിക്കൂ. അതുകൊണ്ടല്ലേ മുത്തുനബി പറഞ്ഞത് 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താ, 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താ. കണ്ണിന്റെ കാഴ്ച കുറയൂല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അത് അല്ലാഹുവിന്റെ കഅബാലയം നോക്കലാ, അത് കഅബാലയത്തിൽ നോക്കിയിരിക്കലാ. 2 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയുന്നുണ്ട് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മാടെ മുഖത്ത് നോക്കലാ, ആ ഉമ്മാടെ മുഖത്ത് നോക്കലാ. 3 അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിലും നോക്കിക്കൊണ്ടിരുന്നു. അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. മറ്റൊരു ഹദീസിൽ കാണാ 2 കാര്യം കൂടെ പറയുന്നുണ്ട്. സംസം വെള്ളത്തിൽ നോക്കല്. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു പോയി നോക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ഖുർആനിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി. 3 ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കണം? ആരുടെ മുഖത്ത് നോക്കണം? നോക്കുന്നുണ്ടോ? ആ, നോക്കുന്നുണ്ട് ഉസ്താദേ. ഇനി ആ കളവിയെ നോക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. മുടിയെല്ലാം നരച്ച് തൊലിയെല്ലാം ചുളുങ്ങിയിരിക്കുന്ന ഉമ്മ ഇന്ന് കാമുകം ഫോൺ വിളിക്കുമ്പോ കാമുകി പറയുന്നത്, കിളവനും കിളവി ഉറങ്ങിയിട്ടില്ലടാ, കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിക്കാൻ. ആരാ? തന്തയും തള്ളായി, അപ്പായി ഉമ്മായി. ഇതാ കാലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മാനെ സ്നേഹിക്കണം. ഉമ്മായിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടോ? ഉമ്മായിക്ക് എവിടാ ഉമ്മ കൊടുക്കണ്ടേ? കവിളില. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് നെറ്റിത്തടത്തില. കവളി കൊടുക്കണ്ടെന്നല്ല, ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്നതിന് പ്രത്യേകം ഒരു പ്രതിഫലമുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ ആ മനുഷ്യനൊരു പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പെണ്ണുമ്പിള്ളെ ഉമ്മോക്കാൻ നിൽക്കില്ല, മക്കളെ ഉമ്മോക്കാൻ നിൽക്കില്ല, ഉമ്മാടെ അടുത്ത് തന്നെ പോയി നിൽക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാരെ സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാൽ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരട്ടെ. വേണോ? കൈവക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും, പറഞ്ഞുതരാം. അവസാനം നിർത്താം, 10 മിനിറ്റും കൂടെ ഉള്ളു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 സംസം വെള്ളം, 4 സംസം വെള്ളത്തിൽ നോക്കിയിട്ട് കുടിക്ക്. 5 ആലിമീങ്ങളുടെ മുഖത്ത് നോക്ക്. ഇബാദത്തിന്റെ കൂലിയ. അത് ആലിമീങ്ങൾ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിതെല്ലാം പറഞ്ഞു ആലിമിന്റെ മഹത്വം ഇതാ. പക്ഷെ ഭൂമിയിൽ ദുരന്തം ഉണ്ടാകാനുള്ള 2ാമത്തെ കാരണം വആലിമുൻ അലാ സബീലിൽ ഹുദ. ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ്. ഇന്ന് ആലിമീങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല.
ആലിമീങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആലിമിന് ഉള്ളത് പറയാൻ പേടിയാ. പള്ളി ജോലി പോകും, അത്ര തന്നെ. പള്ളിയിൽ ജോലി ചെയ്യുന്ന ഖതീബ് ഉസ്താദിന് ഉള്ളത് പറയാൻ പേടിയാ. കാരണം പറഞ്ഞാ പെട്ടി പറക്കി വെച്ചോ. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുന്നതിന് മുമ്പ് സർവ്വതും പറക്കി വെച്ചിട്ട് വേണം ജുമയ്ക്ക് പ്രസംഗിക്കാൻ കയറാൻ. അവിടെ കയറിയിട്ട് അല്ലാഹുവേ, സെക്രട്ടറി അങ്ങനത്തവനാ, പ്രസിഡന്റ് അങ്ങനത്തവനാ, അവൻ പലിശ കച്ചവടക്കാരനാ, ഇതെങ്ങാണം പറഞ്ഞ തീർന്നു, അസ്സലാമു അലൈക്കും, പൊക്കോളാൻ പറയും. ജോലി നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് പലരും ഒന്നും പറയാറില്ല. ഏകദേശം അങ്ങനെയല്ല, അങ്ങനൊക്കെ തന്നെ. എല്ലാരും അങ്ങനൊക്കെ തന്നെ. ഉള്ളത് പറയാൻ പലർക്കും പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദന്മാർക്ക് എന്തിനാ പേടിക്കണേ? ജോലി പോയാ പോകട്ടെ. നിന്റെ കുടുംബം ഒരിക്കലും പട്ടിണിയാകില്ലല്ലോ. നിനക്ക് ഭക്ഷണം തരുന്നത് അള്ളയല്ലേ. ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാ? അള്ളയാ പറഞ്ഞേ, അവർക്ക് ഞാൻ മരിക്കണ കാലം വരെ ഭക്ഷണം കൊടുക്കും. അതാ ഉസ്താദന്മാർക്ക് ഓരോ വീട്ടിൽ നിന്നേ നല്ല നെയ്ച്ചോറ്, ബിരിയാണി, പൊരിച്ച കോഴി ഇതൊക്കെ പോകുമ്പോ കണ്ടു തള്ളിയിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരുടെ ഫുഡ് ഏതാ? ഓരോ വീട്ടിലെ താത്താമാര് ഇന്ന് ഉസ്താദിനാ ഫുഡ്, നാടൻ കോഴി മതി, അർത്ഥം കിട്ട, അൽഹംദുലില്ലാ. എന്ത് ഫുഡ്! ചിലവന്മാർക്കൊക്കെ കുത്തലിളവുമ്പോ പറയാറുണ്ട്, അമ്മമാർക്ക് അങ്ങനെ, അമ്മമാർക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചങ്ങാതി. മരിക്കണ കാലം വരെ ഞങ്ങൾക്ക് നല്ലത് അള്ളാഹു തരത്തുള്ളെന്ന് പണ്ടേ അള്ളാഹ് തീരുമാനിച്ച കാര്യമല്ലേ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഉസ്താദന്മാരോട് പറയുന്നത്, ഉസ്താദന്മാരെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കാവൂ, നാട്ടുകാരെ ഭയക്കരുത്. ജോലി പോയാൽ പോട്ടെ, അടുത്ത അള്ളാഹ് തരും. ഉള്ളത് അവന്റെ മുന്നിലാണെങ്കിലും തുറന്നു പറയുന്ന ആലിമീങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴേ ഇതൊക്കെ ഉണ്ടാകണം. എന്റെ പ്രിയ, അതൊക്കെ ചില ഉസ്താദന്മാര്, ഒക്കെ തങ്ങന്മാരൊക്കെ, ജിബ്രീ തങ്ങളൊക്കെ പേടിയാട്ടാ. ഇതിലൊക്കെ ഒരു പറച്ചിലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പറച്ചില. ചിലതൊക്കെ അങ്ങനെ. അള്ളാഹുർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളത് പറ. ഒരിക്കലും നാട്ടുകാരെ ഭയക്കരുത്, അള്ളാനെ ഭയക്ക്. നാട്ടുകാരെ ഭയന്ന അള്ളാഹ് വിട്ടേക്കും. അതാ ഉസ്താദന്മാർക്ക് വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത് പറഞ്ഞാ ജോലി പോകുമെന്ന് പേടിച്ചിട്ട് പറയാതിരുന്ന അവസാനം നാണം കെട്ടു പോകേണ്ടി വരും. ഉള്ളത് പറഞ്ഞ ഇസ്സത്ത് എപ്പോഴും നിലനിൽക്കും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പണ്ടുള്ള ഉസ്താദന്മാരൊക്കെ വഴുത് പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ വഴുതെന്ന് പറഞ്ഞാൽ മഹാന്മാരൊക്കെ വഴുത് പറഞ്ഞു കഴിയുമ്പോ മയ്യത്തുകൾ കൊണ്ടുപോകുന്ന സദസ്സിൽ വയല് കേൾക്കാമെന്ന പെണ്ണുങ്ങളുടെ നടുവിൽ നിന്ന് ജനാസകൾ എടുത്തുകൊണ്ടുപോകും. ആണുങ്ങളുടെ ഭാഗത്ത് നിന്നും മയ്യത്തുങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. പണ്ടത്തെ ആലിമീങ്ങൾ പ്രസംഗിച്ച. അല്ലാഹുവേ, ഇന്ന് ഏത് ഉസ്താദിന്റെ പ്രസംഗം നടക്കുമ്പോഴാ വയലിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകണേ? തല പോലും കറങ്ങാറില്ലല്ലോ. വയല് കേട്ടിട്ട് തലയെങ്കിലും ഒന്ന് കറങ്ങിയിരുന്നെങ്കിൽ, കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീരെങ്കിലും താഴെ വീണിരുന്നെങ്കിൽ എന്താപ്പ ഇല്ലേ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എന്റെ മുഖത്ത് നോക്കിയതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടാ. ചിലരൊക്കെ എന്നെ നോക്കിയിട്ടൊരു ചിരിയുണ്ട്. ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഉസ്താദെ, നിങ്ങൾ ഈ 2 മണിക്കൂർ വഴുത് പറഞ്ഞിട്ടും എന്റെ മനസ്സിലൊരു മാറ്റവും വന്നില്ലല്ലോ. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ വഴുത് പറഞ്ഞത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അത്രേ ഉള്ളൂ. നിങ്ങളാരെയും നന്നാക്കാനല്ല ഞാൻ വഴുത് പറഞ്ഞത്, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. പിശുക്കന്മാര് രാമ്യം പറ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ ഹൃദയം അള്ളാഹു ഒളിപ്പിക്കുമാറാകട്ടെ. എനിക്ക് നന്നാകാനാണ് ഞാൻ വഴുത് പറയുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ഞാനും നന്നാകും. അൽഹംദുലില്ലാ. അള്ളാഹു ഹിദായത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. നമുക്ക് എല്ലാവർക്കും കൂടെ സ്വർഗത്തിൽ പോയി പൊളിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിർത്തുകയാ. അള്ളാഹുവിൻ്റെ ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളുടെ മഹത്തമ പറഞ്ഞു. അപ്പൊ ഈ മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹുവേ, ബഹുമാന്യനായ ഉസ്താദ് 10-20 കൊല്ലമായ ഉസ്താദ്, എത്ര കൊല്ലമായി? 15 വർഷമായി. അൽഹംദുലില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖിദ്മത്ത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ മക്കൾ വളരെ സന്തോഷം. ആ ചെറിയ സൗകര്യത്തിൽ പള്ളി കമ്മിറ്റി ഉസ്താദ് താമസം ഉസ്താദിന്റെ റൂമിൽ ഒരു AC ഒക്കെ വെച്ച് കൊടുക്കണം കേട്ടോ കമ്മിറ്റിക്കാര്. പാവം, ഞാൻ പോയി 10-15 കൊല്ലം കൊണ്ടിരിക്കണതല്ലേ. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ റൂമിൽ ഒരു AC വെച്ച് കൊടുക്കണം. അൽ ഉലമാ വറസത്തുൽ അംബിയ, ആലിമീങ്ങൾ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഇത്രയും കുട്ടികളുമായിട്ട് ആ പള്ളിയിൽ ഇങ്ങനെ കഴിയുന്നതല്ലേ. നിങ്ങൾ കൊടുക്കുന്നില്ല എന്നല്ല, അൽഹംദുലില്ലാഹ്.
ആരെങ്കിലും ജമാഅത്ത് കമ്മിറ്റി കൊടുക്കണമെന്ന് പറയണില്ല, ആരെങ്കിലും നല്ല മനസ്സുള്ള ഒരാൾ ഇൻഷാ അല്ലാഹ് വിചാരിച്ച വലിയ AC ഒന്നും വേണ്ടപ്പാ, 10-15,000 രൂപയല്ലേ ഉള്ളൂ, ചെറിയൊരു AC വാങ്ങിച്ച് റൂമിൽ വെച്ചിട്ട് കൂളറെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാഹ് ഒരു ചെറിയ സീറ്റിട്ട ഒരു ചെറിയ ഒരു റൂം കണ്ടു. 10ാം ക്ലാസ് വരെ കുട്ടികൾ അതിനകത്താ. എല്ലാം കൂടെ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയ വല്ലതും കേൾക്കോ? ഇവിടെ പറയുന്നത് അവിടെയില്ല, അവിടെ പറയുന്നത് ഇവിടെയില്ല. ആ ചെറിയ ഒരു ഹാളിന്റെ അകത്തിരുന്നു കൊണ്ട് 10ാം ക്ലാസ് വരെയുള്ള മക്കൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം അവിടെ കൊട്ടാരം പണിയണമെന്നല്ല, 4 ഫില്ലർ വെച്ചിട്ട് റബ്ബേ അതൊരു ക്ലാസ് ആക്കണം. കുട്ടികൾക്കൊരു മതിലൊക്കെ വെച്ച് ഫില്ലറുകൾ വെച്ചിട്ട് അൽഹംദുലില്ലാഹ് 4 ഭാഗം ചുറ്റടി ബദാം അതിങ്ങനെ കട്ട വെച്ച് കെട്ടിയിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ട് അത് അടയ്ക്കണം. ആ മക്കൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, മാതാപിതാക്കളോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ, ജനങ്ങളോടുള്ള കടമകൾ, താഴ്മയതാ, തന്റെ മൂത്തവരോട് എങ്ങനെ പെരുമാറണം, താഴെയുള്ളവരോട് എങ്ങനെ കരുണ കാണിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മദ്രസ പണിയാരാ, അല്ലാതെ ആരുടെയെങ്കിലും മുന്നിൽ വലിയവനാകാനല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കൂ. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് പടച്ചവരെ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇതിനേക്കാളും വലിയ ഒരു ജാരിയായ സദഖയുണ്ടോ? ഇതിനേക്കാളും വലിയ ഒരു ജാരിയായ സദഖയുണ്ടോ? എല്ലാ ദിവസവും രാവിലെ മദ്രസയിൽ പഠനം തുടങ്ങുമ്പോ വിദ്യാർത്ഥികൾ തുടങ്ങുന്നത് ഒരു ഫാത്തിഹ ഓതിയിട്ടാ. മക്കളെ, നീ നല്ലതുപോലെ കേൾക്കൂ, പാപ്പാ നീ നല്ലതുപോലെ കേൾക്കൂ. എല്ലാ മക്കളും പഠിക്കാൻ തുടങ്ങുന്നതൊരു ഫാത്തിഹ ഓതിയിട്ടാണ്. അല്ലാഹുവേ, പിരിയുന്ന സമയം 3 സ്വലാത്ത്, ഇത് എല്ലാ ദിവസവും നിന്റെ ഖബറിലെത്തുമല്ലോ. രാവിലെയും വൈകിട്ടും ഒരു ഫാത്തിഹ 3 സ്വലാത്ത് മുടങ്ങാതെ മദ്രസയുള്ള കാലത്തോളം നിന്റെ ഖബറിലേക്ക് എത്തുന്ന ഒരു ജാരിയായ സദഖയല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും തരുമോ എന്നെനിക്കറിയില്ല. നിങ്ങളെ ഈമാനുള്ള ഉമ്മമാരെ, ഇത് അല്ലാഹു നിങ്ങൾക്ക് തരുന്നൊരവസരമാ, ഇത് അല്ലാഹു നിങ്ങൾക്ക് തരുന്നൊരവസരമാ. സ്വർഗം തിരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഒരു ചാൻസാ. സ്വർഗം വേണ്ടവർ കൈവക്കാൻ പറഞ്ഞപ്പോ ഉത്സാഹത്തോടുകൂടി കൈവക്കിയ വാപ്പാ, നിനക്കറിയാ വെറുതെ കിട്ടില്ലെന്ന്. അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടില്ലെന്ന് നിനക്കറിയാ. സ്വർഗം കിട്ടാൻ നിന്റെ കയ്യിൽ അമലുമില്ലെന്ന് നിനക്കറിയാ. പിന്നെയും ആഗ്രഹമല്ലേ വാപ്പാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന ഈ മദ്രസ പണിയുന്നതിന് വേണ്ടി നിനക്ക് ഒരു ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുക്ക, ഒരു 40 രൂപയുടെ കല്ല് വാങ്ങിക്കൊടുക്ക. നിന്നെ കൊണ്ട് കഴിയോ? നിന്നെ കൊണ്ട് കഴിയോ? അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് അല്ലാഹുവേ, അല്ലാഹുവേ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം പറയാ. മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖാ. ആഗ്രഹമില്ലേ പെങ്ങള്? കൈകൊണ്ട് കോരിക്കുടിക്കണ്ട്. അല്ലാഹുവേ, മിന കാണണ്ട്, അറഫ കാണണ്ട്, സഫയിലും മർവയിലും പോകണ്ട്, മുസ്തലിഫയിൽ പോകണ്ട്. ഇതെല്ലാം നിനക്ക് അല്ലാഹു തരുന്ന ഒരവസരമാ. അതുകൊണ്ട് സദഖ നൽകിയ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. ഹജ്ജ് ചെയ്യാറുള്ള തൗഫീഖാ. നിയ്യത്ത് ചെയ്യ് ഉസ്താദേ, എനിക്കതിനുള്ള ഭാഗ്യം വേണം ഉസ്താദേ. എനിക്ക് അല്ലാഹുവിന്റെ അതിഥിയാകണം ഉസ്താദേ. എനിക്ക് കഅബാലയത്തിൽ ചെല്ലണം ഉസ്താദേ. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ തരാ. രണ്ടാമത്തെ പ്രതിഫലമെന്തോ? ഈമാനുള്ള മരണമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഒരു നല്ല മരണം വേണോ? സ്വർഗം കണ്ടിട്ട് മരിക്കണോ? നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പം ചിരിച്ചത് വെറുതെ ആയിരുന്നില്ല. ഉമ്മ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ പെങ്ങളൂ. എന്റെ സഹോദരാ, നിന്റെ വാപ്പാടെ ചുണ്ടിലെ പുഞ്ചിരി വെറുതെ ആയിരുന്നില്ല. അത് അല്ലാഹുവിന്റെ സ്വർഗം മലക്കുകൾ കാണിച്ചു കൊടുത്തപ്പോ അബ്ശിറൂ ബിൽ ജന്നാ,
സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ആ സ്വർഗം കണ്ടിട്ട് ചിരിച്ചതാ. അതുകൊണ്ട് പെങ്ങളെ വേണോ സ്വർഗം വേണോ പെങ്ങളെ? ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണം അല്ലാഹുവേ സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. അല്ലാഹുവേ ഒറ്റ പെങ്ങളുമില്ലല്ലോ ഉസ്താദേ. ഇത് മരിച്ചാൽ കബറിലെത്തുന്ന ഒരു സദഖയാണല്ലോ. അല്ലാഹുവേ എന്റെ മക്കൾ എന്നെ ദുആ ചെയ്തില്ലെങ്കിലും എന്റെ മക്കൾ എന്നെ മറന്നുപോയാൽ എന്നും 3 ഫാത്തിഹയും 3 സലാത്തും മുടങ്ങാതെ വരുമല്ലോ. എനിക്കത് മതി ഉസ്താദ്, എനിക്കത് മതി ഉസ്താദ്. ഊരാൻ കഴിയുമോ ഉമ്മമാര്? തരാൻ കഴിയുമോ ഉമ്മമാര്? കൊടുക്കാൻ കഴിയുമോ ബാപ്പാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടന്നു വന്നു. നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു പുതപ്പ് പോലും എന്റെ കയ്യിലില്ല. എന്തെങ്കിലും താ നബിയേ, എന്തെങ്കിലും സഹായിക്കൂ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷാ ബീവി തലയിങ്ങനെ താഴ്ത്തുകയാണ്. പടച്ചവരെ കൊടുക്കാനൊന്നുമില്ല, സഹായിക്കാനൊന്നുമില്ല. മുത്തുനബിക്ക് കാര്യം മനസ്സിലായി. ആ മനുഷ്യനോട് റസൂലുള്ള പറഞ്ഞു, മനുഷ്യ എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോ, എന്റെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോ. അബൂബക്കർ നിന്നെ വെറും കൈയോടെ മടക്കാറില്ല. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ ആ മനുഷ്യനതാ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നിരുന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. അബൂബക്കറെ മുത്തുനബി പറഞ്ഞു വിട്ടതാണ്. കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഒന്നും എന്റെ കയ്യിലില്ല അബൂബക്കർ, എനിക്കെന്തെങ്കിലും ഒന്ന് സഹായിക്ക അബൂബക്കർ. കഴിക്കാ ഭക്ഷണമുണ്ടെങ്കിൽ താ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം താ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്ത്രം താ. അബൂബക്കർ തങ്ങൾക്കറിയാ വീടിന്റെ അകത്തൊന്നുമില്ലെന്നു. എന്നിട്ടും വീട് മുഴുവനും തിരയുകയാണ്. വീട് മുഴുവനും തിരയുകയാണ്. കൊടുക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അബൂബക്കർ തങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. ആ മനുഷ്യനോട് ഒന്നുമില്ലെന്ന് പറയാൻ പോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ അബൂബക്കർ വെറും കൈയോടെ മടക്കില്ല എന്നാ. എന്തെങ്കിലും എനിക്ക് തന്നു വിടുമെന്ന് പറഞ്ഞിട്ടാ എന്നെ വിട്ടത്. അല്ലാഹുവേ അബൂബക്കർ തങ്ങളുടെ കണ്ണങ്ങ് നിറയാൻ തുടങ്ങി. എന്തു കൊടുക്കും തമ്പുരാരെ? കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ അബൂബക്കർ തങ്ങളുടെ കയ്യിലൊന്നുമില്ല. എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ അകത്ത് ഇരുന്നിട്ട് കരയുകയാ. കുറെ സമയം കഴിഞ്ഞു. കതകിന്റെ ഇടയിലൂടെ ഒരു വസ്ത്രമെടുത്ത് കയ്യിൽ കൊടുത്തു. ആ മനുഷ്യൻ നടന്നുപോയി. അല്ലാഹുവേ പള്ളിയിൽ നിന്ന് അസറിന്റെ ബാങ്ക് പിടിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള നോക്കുമ്പോ അബൂബക്കറിനെ കാണുന്നില്ല. അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. മുത്തുനബി ചോദിക്കുന്ന ഐന അബൂബക്കർ, എന്റെ അബൂബക്കർ എവിടെ? വന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ അബൂബക്കറിന് സുഖമില്ലേ? പോയി നോക്ക് സഹാബ, പോയി നോക്ക് സഹാബ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് പറഞ്ഞു വിട്ടത്. തൽഹ തങ്ങൾ കടന്നു ചെന്നു. അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടില്ലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്റെ അബൂബക്കറിന് എന്തു പറ്റി? എന്റെ അബൂബക്കറിന് രോഗമാണോ? യാ റസൂലല്ലാഹ്, ഒരു രോഗവുമില്ല നബിയേ, ഒരു രോഗവുമില്ല നബിയേ. അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലാതെ, വീട്ടിന്റെ മുന്നിൽ വന്നവനെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ കഴിയാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തു നബിയേ. ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഊരിക്കൊടുത്തിട്ട് ഇല്ലാതെ ഒന്നു വിടാനില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ് നബിയേ. അല്ലാഹുവേ
അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ആയിഷ എന്തെങ്കിലും എടുത്തു കൊടുക്ക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട് മുഴുവനും തിരഞ്ഞു. അവസാനം പടച്ചവനെ കീറിയ ഒരു പടയങ്കി കിട്ടി. അതാണ് വാപ്പയ്ക്ക് കൊടുത്തു വിട്ടത്. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കീറിപ്പറിഞ്ഞ പടയങ്കിയും ധരിച്ചുകൊണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരുമ്പോ മലക്കുകൾ കരഞ്ഞു, ചെറുപ്പക്കാരാ, മണൽത്തരികൾ കരഞ്ഞു പോയി, ചെറുപ്പക്കാരാ, മോനെ അബൂബക്കർ തങ്ങളെ കിടക്കുന്ന സ്വർഗവാടാ നീ ചോദിക്കുന്നത്? നിന്റെ വീട് കൊടുക്കണ്ട, നിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കണ്ട, മോനെ അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് ദീനിന് കൊടുക്കടാ.